ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഈ വർഷത്തെ നാവിക ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരിപാടിയിൽ മുഖ്യ അതിഥിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, സഞ്ജയ് സേഠ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേന അതിന്റെ പോരാട്ടവീര്യവും കഴിവും പുറത്തെടുത്ത അഭ്യാസ പ്രകടനങ്ങൾ പരിപാടിയുടെ ഭാഗമായി കാഴ്ചവച്ചു. പോർ വിമാനങ്ങളുടെയും പടക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾ രാഷ്ട്രപതി വീക്ഷിച്ചു. സതേൺ നേവൽ കമാൻഡിന്റെ സംഗീത പരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. 50,000-ലധികം പേർ ചടങ്ങ് വീക്ഷിക്കാനെത്തി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് നാവിക ദിനാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ ഈ മാസം 10, 11 തീയതികളിൽ ശംഖുമുഖം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. നാവികസേനയുടെ സാമൂഹിക ഉത്തരവാദിത്തം എടുത്തു കാണിക്കുന്ന പ്രവർത്തനമായിരുന്നു ഇത്. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലുള്ള വിവിധ യൂണിറ്റുകളായ ദ്രോണാചാര്യ, ഗരുഡ, മെറ്റീരിയൽ ഓർഗനൈസേഷൻ, നേവൽ എയർക്രാഫ്റ്റ് യാർഡ്, നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്കൽ ടെക്നോളജി, കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ്, സഞ്ജീവനി സ്കൂൾ ഫോർ നേവൽ എയർമെൻ, വെണ്ടുരുത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള 74 നാവികർ 2 ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് ശംഖുമുഖത്ത് ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഗ്യാഷ് ബാഗുകളിലാക്കി ശേഖരിച്ചു. 62 ബാഗുകളിലായി ശേഖരിച്ച മാലിന്യം സംസ്കരണത്തിനായി തിരുവനന്തപുരം കോർപ്പറേഷന് കൈമാറി. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു. ഈ മാസം 19 വരെ നടക്കുന്ന ചലച്ചിത്രമേളയിൽ 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. നഗരത്തിലെ 16 തിയേറ്ററുകളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 13,000-ലധികം ഡെലിഗേറ്റുകളും 200ഓളം ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 14 ചിത്രങ്ങളാണ് സുവർണ ചകോരം, രജത ചകോരം പുരസ്കാരങ്ങൾക്കായി മേളയിൽ മത്സരിക്കുന്നത്. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ ജൂറി ചെയർപേഴ്സൺ. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്കാണ് സമ്മാനിക്കുക. മേളയുടെ ഭാഗമായി എക്സിബിഷനുകൾ, ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ, ഇൻ കോൺവെർസേഷൻ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മനുഷ്യാവകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നുവാൽസ് VC GB റെഡ്ഡി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി സുപ്രീം കോടതിയും മനുഷ്യാവകാശവും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ പ്രഭാഷണം നടന്നു. ദ ലോ ട്രസ്റ്റിന്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ കേരള ഗവർണറുമായ റിട്ടയർഡ് ജസ്റ്റിസ് P സദാശിവത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമ്മാനിച്ചു. 50,000 രൂപയും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രം ആലേഖനം ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് N നഗരേഷ്, ജസ്റ്റിസ് K ബാബു, ജസ്റ്റിസ് A ബദറുദ്ദീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി പ്രബന്ധാവതരണ മത്സരവും സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.